എല്ലാവർക്കും നമസ്കാരം. ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് മാതാപിതാക്കളോട് പറയാനുണ്ട്. നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾ അറിഞ്ഞു കാണും, ഇന്നലെ വൈകിട്ട് രാത്രി ഒരു 9 മണി ഒക്കെ ആയപ്പോഴേക്കും നമ്മുടെ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന 5 MBBS സ്റ്റുഡൻസ് വാഹനാപകടത്തിൽ മരണപ്പെട്ടു. അതിന് കാരണം ഒന്ന്, അശ്രദ്ധമായ വാഹനം ഓടിച്ചു എന്നുള്ളതാണ്. 2, 7 അല്ലെങ്കിൽ 8 പേരോ കയറേണ്ട വാഹനത്തിൽ 12 പേര് ആ വാഹനത്തിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പം ആ ഇടിയുടെ ആഘാതം എങ്ങനെയുള്ളതായിരിക്കുമെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. നിങ്ങളെല്ലാം ആ വീഡിയോ കണ്ടു കാണും, ആ ആക്സിഡൻ്റ് വീഡിയോ നിങ്ങളെല്ലാം കണ്ടു കാണുമെന്ന് കരുതുന്നു. മാതാപിതാക്കൾ, നിങ്ങളോടാണ് എൻ്റെ ചോദ്യം. നിങ്ങളുടെ കുട്ടികൾ ഒരു ട്രിപ്പ് പോകുമ്പോൾ ആരുടെ കൂടെയാണ് പോകുന്നത്, അല്ലെങ്കിൽ ഏത് വാഹനത്തിലാണ്, എങ്ങനെയാണ് പോകുന്നത്, എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നിങ്ങൾ അറിയാറുണ്ടോ? എങ്കിൽ നിങ്ങൾ അറിയണം. അതിന് കാരണം, കഴിഞ്ഞ ദിവസം ഞാൻ മൂന്നാർ പോകുമ്പോൾ കണ്ട കാഴ്ചയാണ്. എൻ്റെ വാഹനത്തിന് മുമ്പിൽ ഏകദേശം ഒരു +2 ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികളുടെ അതേ പ്രായം അവരൊരു ബൊലേറോയിൽ യാത്ര ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ പറ്റും. അതിൽ കുട്ടികൾ പാട്ടൊക്കെ ഇട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്, അതിനകത്ത് ഇരുന്നുകൊണ്ട് തന്നെ ഡാൻസ് കളിക്കുന്നുണ്ട്. പക്ഷേ ഈ വാഹനം ഓടിക്കുന്ന വ്യക്തി അതാരാണെന്ന് ഞാൻ കണ്ടില്ല. അവരുടെ കൂട്ടത്തിലുള്ള പയ്യനാണോ അതോ മറ്റൊരു ഡ്രൈവറാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും നിങ്ങൾ കണ്ട ആ കാഴ്ച കണ്ടോ? അവൻ ആ കുട്ടികൾ ഡാൻസ് കളിക്കുമ്പോൾ ആ താളത്തിനൊത്ത് അവൻ വണ്ടി ഇട്ട് ഉലയ്ക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് കണ്ടപ്പം എനിക്ക് വളരെയധികം ബുദ്ധിമുട്ട് തോന്നി. കാരണം ആ കുട്ടികൾ പോകുന്നത് മൂന്നാറിലേക്കാണ്. ഇങ്ങനൊരു അഭ്യാസം കാണിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവൻ എന്താകുമെന്ന് പോലും എനിക്ക് യാതൊരു പിടുത്തവുമില്ല. അപ്പം മാതാപിതാക്കൾ അറിഞ്ഞിരിക്കണം അവരെങ്ങനെ ആരുടെ കൂടെ പോകുന്നു എന്നുള്ളത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പോറ്റി വളർത്തിയ നമ്മുടെ കുട്ടികൾ അവർ ഒരു ദിവസം ഇല്ലാതാകുമ്പോൾ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ട് തോന്നും. വളരെ ബുദ്ധിമുട്ടോടു കൂടിയാണ് ഞാനിത് പറയുന്നത്. കാരണം 5 കുട്ടികൾ മരിച്ചു എന്ന് നമുക്കിത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതൊന്ന് പറയാൻ തോന്നി. താങ്ക്സ്.